Once again, welcome to my video blog, Ajaytechtips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനെന്ന് വന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫീച്ചറിനെ കുറിച്ച് പറയാനാണ്. നമ്മൾ മനുഷ്യന്മാർ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ഭയങ്കരമായിട്ട് പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാർ, മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയപ്പെടണം അങ്ങനെയുള്ള ആൾക്കാർ. ഞാൻ ഈ രണ്ടാമത്തെ തരക്കാരെ കൂടിയാണ്. കാരണം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം, അതേപോലെ നമ്മുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ആളിലേക്ക് റീച്ച് ചെയ്യണം. പ്രൈവസിക്ക് ഞാൻ അവിടെ മാനദണ്ഡം കൊടുക്കുന്നില്ല, പകരം നമുക്ക് എന്താണ് പബ്ലിസിറ്റിയാണ് ഞാൻ മാനദണ്ഡം കൊടുക്കുന്നത്. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റെ ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും. ഇത് വളരെ യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫേസ്ബുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. എന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ഗൂഗിൾ സെർച്ചിലേക്ക് കൊടുക്കണോ വേണ്ട. ഗൂഗിൾ മാത്രം, ബിങ്ങോ അല്ലെങ്കിൽ അൽത്താവിസ്റ്റയോ അല്ലെങ്കിൽ ഡഗ്ഡഗോ ഏത് സെർച്ച് എഞ്ചിൻ്റെക്കും ആ ഫോട്ടോ അല്ലെങ്കിൽ ആ പോസ്റ്റ് കൊടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതായത് ഗൂഗിളിൽ ഇപ്പം ശ്രീ അജയ് ശ്രീജ, എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ശ്രീ അജയ് ശ്രീജ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഹാഷ്ടാഗ് എന്താണെന്നൊക്കെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അത് ഗൂഗിളിൽ ഹാഷ് ഇട്ട് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വരണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ മനുഷ്യർ രണ്ട് തരക്കാരുണ്ട്. അതല്ല, എൻ്റെ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് ഒരു 50 ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ 90 ഫ്രണ്ട്സ് ഉണ്ട്, അവർ മാത്രം കണ്ടാൽ മതി, എൻ്റെ പ്രൊഫൈൽ പിക്ക് അവർ മാത്രം കണ്ടാൽ മതി പറഞ്ഞിട്ട് പ്രൊഫൈൽ പിക്ക് ലോക്ക് ചെയ്യുന്ന ലേഡീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. 1-2 ജെൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 അധികം ജെൻസ് ഉണ്ടാവില്ല, ലേഡീസാണ്. അവരെ പ്രൈവസി അവരെ ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതി. അത് കാരണം അവരെ ഫാമിലി ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും, കൺസർവേറ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് മതി. പക്ഷെ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്ന കൂടുതൽ ആൾക്കാരെ എത്തണം എന്നുള്ള, മാക്സിമം റീച്ച് എത്തണം എന്നുള്ളവർ അത്. അപ്പോൾ അത് എങ്ങനെയാണ് അത് എനേബിൾ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോവല്ലേ? അപ്പോൾ നേരെ പോവാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ 3 ലൈൻസ് എടുക്കുക. 3 ലൈൻസ് എടുത്തതിന് ശേഷം നമുക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എടുക്കുക. അവിടെ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക. അവിടെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ പ്രൈവസി സെറ്റിങ്സ് എടുക്കുക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളിത് സെർച്ചിൽ ഗൂഗിളിൽ വരണോ വേണ്ടയോ എന്നുള്ളത്. കാരണം നമ്മളെ ഫോട്ടോസ് കാര്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും ഇടുക. ഇപ്പോൾ ഫേസ്ബുക്ക് ഇല്ലാത്ത ആർക്കെങ്കിലും നമ്മുടെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ നെയിം വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാം. പക്ഷേ എന്നെ പോലൊരു യൂട്യൂബർക്ക് എൻ്റെ കാര്യങ്ങൾ ഗൂഗിൾ സെർച്ചിൽ വേണം. അപ്പോൾ ഞാനതെപ്പോഴും യെസ് എന്നാണ് കൊടുക്കുക. പക്ഷേ അത് വേണ്ട ഇല്ലാത്തവർ, ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ അവരെ ഫേസ്ബുക്കിലുള്ള കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്സ് അല്ലാത്ത പുറമെയുള്ള ആൾക്കാർ സെർച്ച് ചെയ്താൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എനിക്ക് അത് ആവശ്യമുണ്ട്. കാരണം അലോ സെർച്ച് എഞ്ചിൻ ഔട്ട്സൈഡ് ഓഫ് ഫേസ്ബുക്ക് ടു ലിങ്ക് ടു യുവർ പ്രൊഫൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേണം, ലിങ്ക് ചെയ്യണം. കാരണം എന്താ, ഞാൻ യൂട്യൂബറാണ്, ബ്ലോഗറാണ്. അപ്പം നമ്മുടെ കാര്യങ്ങൾ എവിടെയൊക്കെ വരണോ അവിടെയൊക്കെ വേണം. അപ്പോൾ യൂട്യൂബേഴ്സിന് അത് ഗുണമാണ്. പക്ഷേ അല്ലാത്തവർ എന്ത് ചെയ്യണം, അത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ്. ലേഡീസിനൊക്കെ നല്ല കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ്. അത് ഈ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ വേണോ, ഫേസ്ബുക്കിൻ്റെ ഡാറ്റ ഗൂഗിളിൽ വേണോ വേണ്ടോ, അതായത് സെർച്ചിൽ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇവിടെ ഓഫാക്കി വെച്ചാൽ വരില്ല, ഓൺ ആക്കി വെച്ചാൽ വരും. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.